ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള തൃണമൂൽ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകര്, കോൺഗ്രസിന്റെ സഹപ്രവർത്തകര്, നമുക്കെല്ലാവർക്കും അറിയാം എസ്പാനിയോ ഇവന്റ് നടത്തിയ മിസിസ് കേരള മത്സരത്തിൽ തേർഡ് റണ്ണറപ്പായ നമ്മുടെ ഡോക്ടർ സനിത ഋഷിനും അതുപോലെ തന്നെ ഫ്യൂച്ചർ ഇന്നോവേഷൻ നടത്തിയ പ്രിൻസ് ഓഫ് കേരള മത്സരത്തിന്റെ റിറ്റ മാക്സ്വൽ മേരി കേരള പ്രിൻസായി തെരഞ്ഞെടുത്ത വിവരം നമ്മളെല്ലാവരും അറിഞ്ഞല്ലോ. പ്രിൻസസ്സായി തെരഞ്ഞെടുത്ത വിവരം ഇതൊരു പ്രയത്നത്തിന്റെയും അധ്വാനത്തിന്റെയും കാഴ്ചപ്പാടിന്റെയും ഭാഗമായാണ് ഇത് നേടിയെടുക്കാൻ സാധിച്ചത്. ഇത് നിസാരം ഒരു പ്രവൃത്തി കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നത് നിസാരവൽക്കരിക്കപ്പെടുന്ന ഒരു വിഷയമല്ല. നമ്മളെല്ലാവരും കരുതുന്നത് പോലെ ഒരുപാട് പ്രയത്നം ഇതിന്റെ പിന്നിലുണ്ട്. സ്ത്രീകളുടെ ഇതുപോലുള്ള പ്രവർത്തനം സാമൂഹ്യ മേഖലയിലും സാംസ്കാരിക മേഖലയിലും ഒരു കുടുംബിനിയായിട്ടും ഡോക്ടർ എല്ലാ മേഖലയിലും പ്രവർത്തിച്ച് സമൂഹത്തിന്റെ സ്ത്രീകൾക്ക് ശക്തി പകരുന്ന ഒരു പ്രവൃത്തിയാണ് എന്നിവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. ഇവരെ ആദരിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവരെ ആദരിക്കുവാനായി ഇവിടെ എത്തിച്ചേർന്ന തളിക്കുളം മുൻ ബ്ലോക്ക് മെമ്പറും കോൺഗ്രസിന്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ ഷൈൻ നാട്ടികെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിങ്ങനെ ഒരു നല്ലൊരു അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ നല്ല ഒരു സന്തോഷ നിമിഷത്തിലാണ്. അതിന് ആ ഒരു അംഗീകാരം ലഭിക്കുമ്പോൾ നമുക്ക് എവിടെ പോയി അംഗീകാരം ലഭിച്ചാലും, ഇപ്പോൾ നമ്മൾ ഇംഗ്ലണ്ടിൽ പോയാലും അല്ലെങ്കിൽ ആകാശത്ത് പോയാലും വിമാനത്തിലായാലും ഒരു അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ ആ അംഗീകാരം നമുക്കത് സാംശീകരിക്കുക അല്ലെങ്കിൽ നമുക്കത് സന്തോഷം ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മളറിയുന്ന ആൾക്കാർ, നമ്മുടെ അച്ഛനമ്മ അടക്കം നമ്മളുടെ കുടുംബക്കാർ, നമ്മളുടെ നാട്ടുകാർ, നാട്ടിലെ പ്രഗത്ഭരായ വ്യക്തികൾ, അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ സ്കൂള് അല്ലെങ്കിൽ ആ പഞ്ചായത്ത് ജില്ലയിലൊക്കെ നമ്മൾ ആദരിക്കപ്പെടുകയും അറിയപ്പെടുകയും ചെയ്യുമ്പോഴാണ് ആ കിട്ടിയ സമ്മാനത്തിന്, ആ കിട്ടിയ ആദരവിന് ഒരു തിളക്കമുണ്ടാകുന്നത്. അങ്ങനെയാണ് ഇതുവരെ നമ്മൾ മാത്രം അറിഞ്ഞിരുന്ന ഈ സംഗതി നമ്മുടെ ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഈ ജില്ലയിലൊക്കെ നിങ്ങളെ അറിയപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ്. അങ്ങനെ എല്ലാവരും അറിയപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതായ കാരുണ്യപരമായ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള പ്രവൃത്തിയായാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഏത് തരത്തിലുള്ള ഇവന്റിൽ പങ്കെടുത്ത ഒരു സമ്മാനം കിട്ടുമ്പോൾ അത് പേപ്പറുകളിലും മാധ്യമങ്ങളിലും അതുപോലെ തന്നെ നമ്മളെപ്പോലുള്ള പ്രവർത്തകരൊക്കെ അറിയപ്പെടുമ്പോഴാണ് നിങ്ങൾ അംഗീകരിക്കപ്പെടുന്നത്. അപ്പോഴാണ് നിങ്ങൾ ജയിക്കുന്നത്. അന്ന് ജയിച്ചതിനേക്കാൾ ഏറ്റവും വലിയ വിജയം ഈ നിമിഷത്തിലാണ്. കാരണം നിങ്ങൾ ആദരിക്കപ്പെടുകയാണ്. ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന താരങ്ങളായി നിങ്ങൾ ഉയർന്നു വരണം. കാരണം നമുക്കറിയാം, നമ്മളുടെ പഴയ കാലഘട്ടത്തിൽ വസ്ത്രങ്ങളും സൗന്ദര്യവും ഒക്കെ ഒന്നുമല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ കാലത്ത്, നമ്മുടെ ഒരു പഴയ കാലഘട്ടത്തിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അല്ലെങ്കിൽ അടുത്ത് നിർത്താത്തതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനൊക്കെയുള്ള കാരണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, എല്ലാവർക്കും ശരീരത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല, എല്ലാവർക്കും നമ്മളുടെ മുഖം എങ്ങനെ മെരുക്കി നടക്കണമെന്ന് അറിയായിരുന്നില്ല. ഓരോ തരത്തിലുള്ള ആൾക്കാർ പലതരത്തിലും വേഷഭൂഷാദികളില്ലാതെ നടന്നിരുന്നൊരു കാലം. പക്ഷെ നമ്മളെല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയപ്പോൾ, വിദ്യാഭ്യാസം വന്നപ്പോൾ, സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യം വന്നു. സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത, അടുക്കളയിൽ മാത്രം നിന്നിരുന്ന ഒരു സ്ത്രീ സമൂഹം അണിയറയിലേക്ക് വരുന്ന തരത്തിലേക്കുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ നമ്മുടെ നവോത്ഥന നായകന്മാർ ഈ കേരളത്തിൽ നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഓരോ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആരും എത്തിപ്പെടാത്ത, സാധാരണ ഒരു ഗ്രാമത്തിലുള്ള ആൾക്കാർ എത്തിപ്പെടാത്ത സൗന്ദര്യ മത്സരം പോലെയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പണ്ടത്തെ ആൾക്കാർ വിമുഖത കാണിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ഗ്രാമങ്ങളിൽ നിന്ന് പോലും ഇങ്ങനെയുള്ള വലിയ സൗന്ദര്യ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും നമ്മളൊക്കെ മിസ് യൂണിവേഴ്സ്, മിസ് വേൾഡ് എന്നൊക്കെ കേട്ട സാഹചര്യത്തിൽ 1990 ശേഷമാണ് നമ്മൾ സൗന്ദര്യത്തെക്കുറിച്ച് കേരളക്കാർ അറിയുന്നത് തന്നെ. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഈ ഗ്രാമത്തിലും സൗന്ദര്യത്തെ ആദരിക്കുന്നവർ, ആരാധിക്കുന്നവർ, അത് കൊണ്ടു നടക്കുന്നവർ, അതിന്റെ സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ കാര്യം. ഒരു കുടുംബം അല്ലെങ്കിൽ ആ ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു സമൂഹം കൊടുക്കുന്ന സ്വാതന്ത്ര്യം, സ്ത്രീകൾക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വലിയ ഒരു മകുട ഉദാഹരണമാണ് ഈ ഒരു ഇങ്ങനെയുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ നമ്മുടെ കുടുംബക്കാർ, ആ ഗ്രാമത്തിലെ ആൾക്കാർ നിങ്ങൾക്ക് തരുന്ന സ്വാതന്ത്ര്യം.
അതാണ് ഏറ്റവും വലിയ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു സ്ത്രീക്ക് സ്വന്തമായി ജീവിക്കാനും സ്വന്തമായി നിലപാടുകളിലൂടെ മുന്നോട്ട് പോകാനും അവർക്ക് സ്വന്തമായി ജോലിയും ഇതുപോലെയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള അനുവാദവും തന്നെയാണ് ഏറ്റവും വലിയ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് മാത്രം ഞാൻ നിങ്ങളോട് കൂടി പറയുന്നു. ഇതൊരു സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്, അതിൻ്റെ വിജയമാണ്. ഈ പ്രിയങ്കരായ രണ്ടുപേർക്കും റിറ്റി നമ്മുടെ കാർമൽ സ്കൂളിൽ പഠിക്കുന്നതാണ്. കാർമൽ സ്കൂളിൽ പല പ്രസംഗ മത്സരത്തിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡാൻസിലൊക്കെ ഫസ്റ്റ് മേടിച്ച് ആ സ്കൂളിലെ ഇപ്പം എൻ്റെ വീട്ടിലെ പിള്ളേർ മുഴുവൻ അവിടെ പഠിക്കുന്ന അവർക്ക് എല്ലാവർക്കും റിറ്റിയെ അറിയാം എന്നുള്ളത് വളരെ അതായത് പോപ്പുലറാണ്. അതിന് കാരണം അങ്ങനെ മത്സരങ്ങളിൽ പങ്കെടുത്ത് ഒന്നാം സ്ഥാനവും അതുപോലെ തന്നെ ഇതുപോലെ ആദരിക്കപ്പെടുമ്പോഴാണ് ഇവരൊക്കെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഞങ്ങളെ ഏറ്റവും നല്ല സുഹൃത്തായ കുറേ കാലങ്ങളായ സുഹൃത്തായ ഞങ്ങളുടെ ഡോക്ടർ സാറിൻ്റെ വൈഫ് സനിത അതുപോലെ തന്നെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയും അവിടുത്തെ തേർഡ് റണ്ണറപ്പ് ആവുകയും ചെയ്തു. ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടാണ് റിറ്റി സെക്കൻഡ് റണ്ണറപ്പ് ആവുകയും ചെയ്തു. ആ ഒരു ടൈറ്റിൽ വിന്നറായി. അല്ല സരിതയുടെ മാഡത്തിന്റെ ആ ഒരു പ്രവർത്തനത്തിലും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് റിറ്റി ഇതിന് പങ്കെടുക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും വളരെ നമ്മുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയ്ക്ക് ഏറ്റവും നല്ല ഒരു രണ്ട് സൗന്ദര്യ ആരാധകരെ അല്ലെങ്കിൽ സൗന്ദര്യ സങ്കല്പങ്ങളെ നമുക്ക് കിട്ടിയിരിക്കണം. അവരെ പൂർണ്ണമായി ഈ ജില്ലാ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ പേരിലുമുള്ള അകമഴിഞ്ഞ അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇനിയും മത്സരങ്ങളിൽ വിജയിക്കാനും ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് ആദരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്. അപ്പൊ ഓക്കെ ആദരിക്കല്ലേ റിറ്റിക്ക്. ഒന്നുകൂടി അഭിനന്ദനങ്ങളുടെ വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഈ മിസ്സസ് കേരള എന്നുള്ള ഒരു ഇവന്റിൽ പങ്കെടുക്കാനിടയായത്. അപ്പോൾ തിരക്കുള്ള ഒരു ജോലിൻ്റെ ഇടയ്ക്കാണ് ഒരു ദിവസം ഇതിൻ്റെ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ എൻ്റെ സുഹൃത്ത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ നിനക്കൊക്കെ ഇതിൽ പങ്കെടുത്തൂടെ, കാരണം ഈ സ്കൂളിലായിരുന്നപ്പോൾ ഒരുപാട് സമ്മാനം പലതരത്തിൽ വായിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ വീട്ടമ്മ അല്ലെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണലായി കഴിയുമ്പോൾ ഇതെല്ലാം ഓൾമോസ്റ്റ് മറന്ന പോലെയുള്ളൊരു ജീവിതമാണ്. അപ്പോൾ അതേ രീതിയിൽ തുടർന്നു കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ, വീട്ടമ്മമാർക്ക് പങ്കെടുത്തുകൂടെ, മറ്റുള്ളവർക്ക് പ്രചോദനമായിക്കൂടെ എന്നുള്ളൊരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ തോട്ടിൽ നിന്നാണ് ഞാൻ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നെ എൻ്റെ വീട്ടുകാർ, എൻ്റെ ഭർത്താവും അച്ഛനും അമ്മയും, പിന്നെ എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും അടങ്ങുന്ന കുടുംബം എൻ്റെ കൂടെ പരിപൂർണമായും കൂടെ ഉണ്ടാവുമെന്നുള്ള ഉറപ്പ് ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ എന്തിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങിച്ചെല്ലെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാലും 100% കൂടെ നിൽക്കുന്ന ഒരു ഫാമിലിയുടെ പിൻബലവും കൂടി ഉള്ളതുകൊണ്ട് ധൈര്യമായി ഇതിന് മുന്നിട്ടിറങ്ങിയായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ജോലി ചെയ്യുന്ന എൻ്റെ സ്ഥാപനത്തിലെ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ എന്നുള്ള ഹോസ്പിറ്റലാണ് ഞാൻ ജോലി ചെയ്തത്. നിർധനരായ രോഗികളെ സൗജന്യമായി ചികിത്സിക്കുന്ന ഒരു ആശുപത്രിയാണ്. അപ്പോൾ നമ്മുടെ ആശുപത്രി അധികൃതരുടെയും പിന്തുണയോടെ ജോലി ചെയ്യുന്ന സ്ഥലത്തും വീട്ടിലും
എല്ലാവരുടെയും സഹകരണത്തോട് കൂടിയിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് എനിക്ക് നേടാൻ പറ്റിയത്. അതോടൊപ്പം തന്നെ ഒരാൾക്ക് നമ്മൾ ഈ ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രചോദനമാവുകയാണെങ്കിൽ ആവട്ടെ, തീർച്ചയായും എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ മറ്റൊരാൾക്ക് പ്രചോദനമാവാൻ കഴിഞ്ഞു എന്നുള്ളതും എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ ഒരു സമയത്തിൽ ഞങ്ങളുടെ അംഗീകാരത്തിനെ അഭിനന്ദിക്കാൻ നിങ്ങൾ കാണിച്ച മനസ്സിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഇതോടൊപ്പം ഞാൻ പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എന്നെ ഇത്ര ആദരിക്കാനായിട്ട് നിങ്ങൾ കാണിച്ച മനസ്സിന് ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ഇതിലേക്ക് പങ്കെടുക്കാൻ തന്നെ ഒരു പ്രേരണ കിട്ടിയതും പ്രചോദനം നൽകിയതും മാമ തന്നെയാണ്. ആള് മിസ്സസ് കേരളയിലേക്ക് പോയപ്പോൾ എന്തുകൊണ്ട് എനിക്കും പോയിക്കൂടാ അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. മാമയിലൂടെ പ്രചോദനം കിട്ടി. അങ്ങനെ ഞാൻ പോയി നമ്മുടെ തൃശ്ശൂരിന് അഭിമാനമായി കേരള പ്രിൻസസ്സായി വരാൻ എനിക്ക് സാധിച്ചു. എൻ്റെ ഫാമിലി ഫുള്ള് സപ്പോർട്ടായിരുന്നു. പപ്പയ്ക്കായാലും മമ്മിക്കായാലും പിന്നെ അമ്മാമ്മ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എല്ലാ കാര്യത്തിലും ചെയ്യാനായിട്ട് ആൻറ്റിയും മാമയാണ് കൂടുതൽ സഹായിച്ചത്. അവരാണ് എന്നെ കൂടുതലും ഗ്രൂമിങ്ങിൻ്റെ ടൈമിലും കൂടാതെ എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആൻസർ ചെയ്യാനായിട്ടുള്ള കറേജും എങ്ങനെ വാക്ക് ചെയ്യണം ഒക്കെ കൂടുതലും അവരെനിക്ക് കുറച്ചും കൂടി പറഞ്ഞു തന്നു. എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ വാക്കിന്.